സിനു, നമ്മുടെ പോലീസുകാരുടെ സമയം അത്ര നല്ലതല്ല. എന്നുവെച്ചാൽ ഉദ്ദേശിച്ചത് എന്താ? അല്ല, പോലീസുകാർ വഴിയിലിറങ്ങി നടന്നാൽ ചിലപ്പോൾ നല്ല മുട്ടനടി കിട്ടും എന്ന് ഹൈക്കോടതി പറയുന്നത്. കയ്യിലിരിപ്പുണ്ടായിരിക്കില്ല അങ്ങനെ പറയുന്നത്. കയ്യിലിരിപ്പ് കൊണ്ട് അത് സമീപകാലത്തുണ്ടായ സംഭവങ്ങൾ ഓർത്തിട്ടായിരിക്കും. അതുകൊണ്ടല്ല ഹൈക്കോടതി പറഞ്ഞത്. സമീപകാലത്തുണ്ടായ 2 സംഭവങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല, ന്യായീകരിക്കാനും പറ്റില്ല. അതൊരു വിവാഹ പാർട്ടി കഴിഞ്ഞ് അതും ഒരു SC/ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒരു വാഹനത്തിൽ വന്നിറങ്ങി ഒരാളെ ഇറക്കി വിടുന്നു. അവരെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള ആൾ വരുന്നവരുടെ കാത്തു നിന്നപ്പോൾ അവർ വാഹനത്തിൽ നിന്ന് ഇറങ്ങി പുറത്ത് നിന്നപ്പോൾ SIയും സംഘവും വന്ന് ചന്നം പിന്നെ അവരെ അടിച്ചു, തലയൊക്കെ പൊട്ടുന്നു. കാരണം ഏതോ കള്ളുകൂടിയന്മാർ വന്ന് അവിടെ വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടാണ് മുൻപിൻ നോക്കാതെ വന്ന് SIയും ടീമും അടിച്ചത്. വേറെ സംഭവം ഉണ്ടായി. ഒരു വീട്ടിൽ രാത്രി പോലീസ് ഡോറ് തല്ലി പൊളിച്ചകത്ത് കയറുന്നു. രാത്രി 12 മണിക്ക് അകത്ത് കയറുന്നു. വീട്ടിലെ കാരണവർ ഒരു ലുങ്കിയൊക്കെ കൊടുത്ത് വീട്ടിൽ കിടന്നു. അയാളെ ഭാര്യകളുടെ മകളുടെയും മുന്നിൽ വെച്ച് വലിച്ചിട്ടുണ്ട് പോകുന്നു. പുള്ളി പറയുന്നത് എനിക്കൊരു അടിവസ്ത്രം ഇടാനുള്ള സമയം താ, നീ ഇവരുടെ മുന്നിൽ വെച്ചിട്ടാൽ മതി എന്നും പറഞ്ഞ് അവരുടെ മുന്നിൽ വെച്ച് ജെട്ടി ഇടിച്ച് ഷർട്ട് പിടിച്ച് ജീപ്പ് കെട്ടി കൊണ്ടുപോകുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് പുള്ളി ചോദിച്ചു, എന്താ സംഭവം എന്നെ എന്തിനാ പിടിച്ചുകൊണ്ട് പോകുന്നത്? രാത്രി 12 മണിക്കാണ്. അത് പറയണ്ടേ അല്ലേ? വീടിൻ്റെ വാതിൽ പൊളിച്ച് കൊണ്ടുപോവാണ്. അപ്പോഴേക്ക് ഇവർ പറഞ്ഞു, അങ്ങനെ താനൊരു കേസിലെ പ്രതിയാണ്, വാറണ്ട് പ്രതിയാണ് താൻ. പുള്ളി പറഞ്ഞു, വാറണ്ടോ? എനിക്കൊരു കേസുണ്ടായിരുന്നു, അയൽക്കാരനുമായിട്ടൊരു തർക്കം ഉണ്ടായിരുന്നു. ആ കേസ് ഞങ്ങളൊരു പരസ്പരം കൊടുത്ത കേസാണ്. അവസാനം ആ കേസിൽ ഞാൻ പോകാതിരുന്നപ്പോൾ വാറണ്ടായി. പിന്നെ കേസ് ഞങ്ങൾ ഒത്തുതീർപ്പാക്കി, കേസ് കോടതി സെറ്റിലാക്കി, അതിൻ്റെ ഉത്തരവ് വന്നിട്ടുണ്ട് എന്ന് ഇയാൾ പറഞ്ഞു. എന്നിട്ട് കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ ഇരുത്തിയിട്ട് ഈ പോർട്ടലിൽ കയറി നോക്കിയപ്പോൾ സംഭവം ശരിയാ, കേസില്ല. ഇതറിഞ്ഞ പാടെ CI മുങ്ങി. അയാളെ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞു. എന്നിട്ട് അയാൾ അവിടെ ഇരുന്നു കുടിക്കാൻ വെള്ളം ചോദിച്ചു, വെള്ളം പോലും കൊടുത്തില്ലെന്ന് മാത്രമല്ല, ഒരു പോലീസുകാർ പറഞ്ഞു വേണമെങ്കിൽ മൂത്രമൊഴിച്ച് കുടിച്ചോളാം. അവർ കുടിക്കുന്നതായിരിക്കും, അവരുടെ ശീലം വെച്ചായിരിക്കും പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു. അവസാനം പിന്നെ ഇയാൾ എങ്ങനെയും പോയാൽ മതി, ഇയാൾ പോയി. എങ്ങനെയുണ്ട്? ഇങ്ങനെയൊക്കെ പോലീസുകാർ ചെയ്യുന്നുണ്ട്. അപ്പം എന്താണെന്നറിയോ, വാറണ്ട് കേസുകളൊക്കെ തീർപ്പാക്കണം എന്ന് മേലാവിന്ന് പറഞ്ഞു കാണും. നോക്കുമ്പോൾ വാറണ്ടെല്ലാം കിടപ്പുണ്ട്. പിന്നെ മാസങ്ങൾക്ക് മുമ്പുള്ള വാറണ്ടായിരിക്കും. ആ വാറണ്ട് കേസ് സെറ്റിലായിട്ടുണ്ടോ, തീർന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണ്ടേ, വെരിഫൈ ചെയ്യണ്ടേ? മെനക്കേടല്ലേ? അപ്പോൾ കിട്ടിയ പാടെ വണ്ടി എടുത്തുകൊണ്ട് വാറണ്ട് കേസിലെ പ്രതി എന്ത് കേസാണെന്ന് പോലും അറിയത്തില്ല. വേലിത്തർക്കത്തിൻ്റെ കേസാണ്, അയൽക്കാരുമായിട്ടുള്ള കേസ്. അതിനൊരു പാതിരാത്രിക്ക് വീട്ടിൽ ചെന്ന ആളെ പിടിക്കേണ്ട കാര്യമുണ്ടോ? അത് അമ്മയും മകളും ഒക്കെ മാത്രമായിരിക്കും അത് വളരെ അങ്ങനെ ചെയ്യുന്ന. പക്ഷേ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ പോലീസിലുണ്ട് കേട്ടോ. പോലീസിൽ നമ്മൾ മാധ്യമ പ്രവർത്തകരായാലും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. സിവിൽ പോലീസ് ഓഫീസർമാർ മുതൽ മുകളിലേക്കുള്ള ഓഫീസർമാർ വരെ നമുക്ക് ഒരുപാട് സൗഹൃദങ്ങളുണ്ട്. എൻ്റെ അനുഭവത്തിൽ കേരള പോലീസിലെ മഹാഭൂരിപക്ഷവും വളരെ മാന്യമായി പെരുമാറുന്നവരാണ്. വളരെ ആലോചിച്ചും വളരെ കണിശമായും അവധാനതയോടെ പെരുമാറുന്നവരാണ് നമ്മുടെ പോലീസുകാരിൽ ഭൂരിപക്ഷവും. അപൂർവം ചില ആളുകളാണ് ഈ കുഴപ്പമുണ്ടാക്കുന്നത്. ഈ 2 സംഭവങ്ങൾക്കും ഒരു ന്യായവും പറയാൻ പറ്റില്ല. അതിനകത്ത് ഏറ്റവും വലിയ തമാശ തോന്നിയത് സംഗതി പാലയിൽ നിറഞ്ഞപ്പോൾ പോലീസുകാരുടെ തലയിലിട്ടിട്ട് CA സ്കൂട്ടായതാണ്. നിങ്ങൾ അനുഭവിച്ചോന്നില്ലേ? എന്തായാലും അയാൾ അനുഭവിക്കുമല്ലോ. അവർ സത്യം പറഞ്ഞാൽ വിടരുത്. അങ്ങനെ അന്യായമായി വീട്ടിൽ കയറി പിടിച്ചുകൊണ്ടുപോയി അപമാനിച്ച് കൊണ്ടുപോയതിന്, അന്യായ തടവിലെടുത്തതിന് കേസ് കൊടുത്താൽ പെടും. സിവിൽ പെറ്റീഷൻ കൊടുത്ത് പരാതി കൊടുത്ത് പൂട്ടുകയാണ് വേണ്ടത്. ഞാനിപ്പം നമ്മുടെ കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഇന്നലെ പറഞ്ഞത്, പോലീസുകാരെ മര്യാദയ്ക്കല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് നല്ല ഗുമ്മനിടി നാട്ടുകാർ തരും, നിങ്ങൾ നിങ്ങളുടെ സുരക്ഷ നോക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അത് ഏത് കേസിലാണെന്നറിയോ? മഫ്റ്റി പോലീസിൻ്റെ കാര്യത്തിലാണ്. ഇപ്പോൾ നമുക്കറിയാലോ, മഫ്റ്റി പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് എന്ന് പത്രത്തിൽ അറിയിപ്പ് വരും. എടാ, ഒരുത്തം വന്ന് നമ്മുടെ മുന്നിൽ നീ ആരാടാന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികം അത് ചോദിക്കാൻ നീ ആരാടാന്ന് തിരിച്ചു ചോദിക്കും. കശപശിയാവും. വന്നവൻ നീ ആരാടാന്ന് ആദ്യം ചോദിച്ചവൻ ചിലപ്പോൾ പോലീസുകാരനാണെങ്കിൽ ഇവൻ്റെ കോടറിന് കയറി കുത്തിപ്പിടിക്കും, അല്ലെ അടിക്കും. അയാൾ തിരിച്ചടിക്കും. പോലീസാണെന്ന് അറിയില്ലല്ലോ. കൂടെ നിൽക്കുന്നവരും പോലീസുകാരെ എടുത്തിട്ടിരിക്കും. ഇത് പലയിടത്തും നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലയിലെ വാകത്താനത്ത്, കഴിഞ്ഞ ദിവസങ്ങളിലൊരിക്കൽ വാകത്താനത്ത് ഒരു കലിങ്കൽ 3 പേരിരിക്കുന്നു. 2 പേര് ബൈക്കിൽ വന്ന് അവരോട് സംസാരിക്കുന്നു. ഉടനെ ഒരാളവിടെ വന്നിട്ട് ചോദിച്ചു, എന്താ അവിടെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. വന്നവരും ബൈക്കിലാണെന്ന് തോന്നുന്നു. എന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ചു. ഉടനെ ഞങ്ങൾ പോലീസാടാ എന്നും പറഞ്ഞ് ഇവരെ പിടിക്കാൻ പോയപ്പോൾ അവിടെ ബൈക്കേ വന്നവൻ എന്നറിയാമോ, ഈ വന്നവരുടെ കണ്ണിലേക്ക് കുരുമുളക് സ്പ്രേ അടിച്ചിട്ട് ഓടിക്കളഞ്ഞു. അങ്ങനെ ആ കേസിൽ അറസ്റ്റ് ചെയ്ത് ബെയിൽ ആപ്ലിക്കേഷൻ ഹൈക്കോടതി വന്നു. ജാമ്യം കീഴ്ക്കോടതിയിൽ നിന്ന് കിട്ടിയില്ല. അങ്ങനെയാണ് ഹൈക്കോടതിയിൽ വന്നു. ഹൈക്കോടതി പറഞ്ഞു, നിങ്ങൾ മഫ്റ്റിയിലാണെന്നൊക്കെ പറഞ്ഞാൽ നാട്ടുകാർക്ക് മനസ്സിലാവണ്ടേ?
നാട്ടുകാർക്ക് മനസ്സിലാവാതെ അവരെ കയറി ഭരിക്കാൻ ചെന്നാൽ അവർ പിടിച്ചിട്ടിരിക്കും. അങ്ങനെ മഫ്റ്റിയിൽ വരുന്ന ഒരാളോട് നിങ്ങളുടെ ID ഒന്ന് കാണിക്കട്ടെ എന്ന് പറഞ്ഞാൽ പോലീസുകാരൻ്റെ കലിപ്പ് കൂടുകയാണ്. അതെ അതെ, അറിയണ്ടേ മാഷേ നിങ്ങൾ പോലീസാണെന്നുള്ളിൽ കരക്കാരെടുത്തിട്ട് ഇടിക്കും. ഹൈക്കോടതി പറഞ്ഞതാണ് നിങ്ങൾ പോലീസുകാരായിരിക്കാം, പക്ഷേ നിങ്ങൾ പോലീസാണെന്ന് വാക്കാൽ പറഞ്ഞാൽ ജനം വിശ്വസിക്കത്തില്ല. കാരണം അതാണ് ഏറ്റവും രസം. ഹൈക്കോടതി ജഡ്ജി പറയുകയാണെ, ജില്ലാ ജഡ്ജി മജിസ്ട്രേറ്റ് എന്നൊക്കെ ബോർഡ് വെച്ച് ചില ആൾ കാറെ ബോർഡും വെച്ച് കിടപ്പുണ്ട്. അപ്പോഴാണ് പോലീസാണെന്ന് പറയുന്നത്, CBI ആണെന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അതെ അതെ, കസ്റ്റംസ് ആണെന്നും CBI ആണെന്നൊക്കെ പറഞ്ഞ ചില വേന്ദ്രന്മാർ നാട് നീളെ തട്ടിപ്പ് നടത്തി ബോർഡിൽ പോയി കയറിയിരുന്നിട്ട് ലക്ഷങ്ങളുടെ വിലയുള്ള സ്കൂട്ടി കയറി കിടക്കും. ഇതാ പറഞ്ഞ അങ്ങനെയൊക്കെ കേരളത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ വന്ന് പോലീസാണെന്ന് പറഞ്ഞാൽ ജനം വിശ്വസിക്കത്തില്ല. മഫ്റ്റിയിൽ വന്നിട്ട് വഴി നിൽക്കുന്ന ഒരുത്തരെ, ജംഗ്ഷൻ ചെയ്യുന്ന ഒരുത്തരെ പിടിച്ചുകൊണ്ട് പ്രൈവറ്റ് കാറെ കയറ്റിക്കൊണ്ട് പോകാൻ നോക്കിയാൽ കയ്യൂക്കുള്ള ആമ്പിള്ളേരുണ്ടെങ്കിൽ തടയും, നല്ല ഇടിയും കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് പോലീസുകാരെ നിങ്ങൾ നിങ്ങളുടെ തടി നോക്കണം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? നിങ്ങളൊന്നാമത് ഐഡൻറ്റിറ്റി കാർഡ് കാണിക്കണം. 2, മഫ്റ്റി എന്ന് പറഞ്ഞ പരിപാടി ഇപ്പോൾ എല്ലായിടത്തും പോലീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ കേരള പോലീസ് ആക്ട്, IPC ഇപ്പോൾ ഇല്ലല്ലോ, BNS ഭാരതീയ ന്യായ സംഹിത, ഇതിൽ 2ലും മഫ്റ്റി പരിപാടി ഇല്ല. അപ്പോൾ നിയമാനുസൃതമല്ല മഫ്റ്റി. നിലവിലുള്ള ഏതെങ്കിലും ചട്ടമോ നിയമപ്രകാരമോ മഫ്റ്റി എന്ന് പറയുന്നൊരു പരിപാടിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? നിങ്ങൾ ചിലപ്പോൾ മഫ്റ്റിയിൽ പോലീസുകാർ പോവേണ്ടി വരും. അത് ആവശ്യമാണ്, വിവരങ്ങൾ ശേഖരിക്കാനും ചില ആളുകളെ പിടികൂടാനും ഒക്കെ മഫ്റ്റി ആവശ്യമാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഒന്ന്, നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാവണം. 2, നിങ്ങളെ ഏത് ഡ്യൂട്ടിക്ക് വേണ്ടി മഫ്റ്റിയിൽ വിട്ടിരിക്കുന്നു എന്നത് സംബന്ധിച്ച ഓർഡർ വേണം. അത് നിങ്ങളുടെ കയ്യിൽ ആ ഓർഡർ ഉണ്ടാവണം. അതൊരാൾ ചോദിച്ചാൽ, കാരണം ഇപ്പം മഫ്റ്റി ഒന്നുമില്ല, ഒരു പോലീസുകാരൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോവുകയാണ്. വീട്ടിൽ പോകുമ്പം മുൻപൈരായി ഉള്ളിടത്ത് ജംഗ്ഷൻ നിൽക്കുക, പിടിച്ച് 4 അടി കൊടുത്തിട്ട് ഞാൻ പോലീസാണ് മഫ്റ്റിയിലാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കാര്യമില്ല. ഡ്യൂട്ടിയിലാണോ? ഇത് മഫ്റ്റിയിൽ ഒരു പ്രത്യേക ഡ്യൂട്ടി അസൈൻ ചെയ്തിട്ടുണ്ടെന്നൊരു ഓർഡർ വേണം. മാങ്ങ വിൽക്കുന്നിടത്തുനിന്ന് മാങ്ങ രാത്രി എടുത്തോണ്ട് പോയാലും ഇതേ പ്രശ്നം. അതെ അതെ അതെ, അത് യൂണിഫോമിലായിരുന്നു. കോട്ടയം ജില്ലയിലോ ഈരാറ്റുപേട്ടയിൽ നടന്നത്, എവിടെയെങ്കിലും ആട്ടെ. അപ്പോൾ ഇങ്ങനെയൊക്കെ അതൊക്കെ വളരെ, കേരള പോലീസിൽ 10,000-കണക്കിന് പേരില്ലേ? അതെ, 1-2 പേര്, 1-2 പേര് ചെയ്യുമ്പോൾ ഇത് പോലീസിനാണ് ആക്ഷേപം വരുന്നത്. പോലീസ് എന്നാണല്ലോ പറയുന്നത്, പോലീസ് എന്താ പറയുന്നത്? വ്യക്തി എന്ന് പറയത്തില്ല. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ ചില ആളുകൾ ഉണ്ടാക്കുന്ന ഈ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ കേരളം, ഹൈക്കോടതി പറയുകയാണ്, കേരളം ഉന്നത സാക്ഷരതയുള്ള സംസ്ഥാനമാണ്. അതുപോലെ മലയാളി ഭയങ്കര സെൻസിറ്റീവാണ്. എടാന്ന് ചോദിച്ചാൽ ആരാടാ എന്താടാന്ന് ചോദിക്കുന്നവരാണ് മലയാളി. അതുകൊണ്ട് പോലീസുകാരെ നിങ്ങളുടെ സ്വയരക്ഷയ്ക്കുള്ള കരുതൽ വേണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വടിവാളും കൊണ്ട് നടക്കണമെന്നല്ല, നിങ്ങൾ ID കാർഡ് കാണിക്കണം. ID കാർഡ് ഒരാൾ ചോദിച്ചാൽ അതാ പൗരൻ്റെ അവകാശമാണ്. നിങ്ങളുടെ കോംപ്ലക്സ്, നിങ്ങളുടെ കുരു പൊട്ടേണ്ട കാര്യമില്ല. ഒരാളെ വന്ന് അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ ഒരാളോട് നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കടാ എന്ന് പറഞ്ഞാൽ അവൻ എന്താടാ നീ ആരാടാ എന്ന് ചോദിക്കാതിരിക്കാൻ നിങ്ങളുടെ ID കാർഡ് കാണിക്കണം. നിങ്ങൾ മഫ്റ്റി പോവുകയാണെങ്കിൽ ഉറപ്പായും മഫ്റ്റിയിൽ പോകുന്ന ആളുകളുടെ കയ്യിൽ മഫ്റ്റിയിൽ പോകുന്നതിനുള്ള ഓർഡർ അല്ലേ, കാരണത്തിലാണ് മഫ്റ്റിയിൽ പോലീസുകാരെ നീക്കുന്ന ഒരു പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും. ഇന്ന ഭാഗത്ത് 10 പേര് മഫ്റ്റി പോട്ടെ, ഒരുത്തരം പിടിക്കണം, ജസ്റ്റ് ഒരു ഓർഡർ ഇറക്കാമല്ലോ. ഓർഡർ ഇറക്കാം കമ്മീഷണർക്കോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ. കഴിയുമ്പോൾ അത് തീർന്നു. അപ്പം അത് ചെയ്യാവുന്നതാണ്. അതൊരു ന്യായമായ ഒരു കാര്യമാണെന്ന് പറഞ്ഞാൽ പോലീസുകാർക്ക് നല്ലതാണ്. കോടതി പറഞ്ഞ പോലെ നാട്ടുകാർ പിടിച്ചിട്ട് ഇടിക്കാതിരിക്കാൻ നല്ലതാണ്. പിന്നെ പക്ഷേ ഇത് ഞാൻ മൊത്തത്തിൽ നല്ലതല്ല എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വിധി ഉണ്ടായിരുന്നല്ലോ. ഈ സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങളാരെങ്കിലും അറസ്റ്റ് ചെയ്യുമ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള ഗ്രൗണ്ട് വ്യക്തമാക്കണം. അത് സ്വാഭാവികമാണ്. കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ ഒരാളെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ എന്തിനു പിടിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറയണം, അയാൾക്ക് ബന്ധപ്പെട്ടവരെ അറിയിക്കണം, നിയമസഹായത്തിനുള്ള സൗകര്യം വേണം എന്നൊക്കെ DK ബാസുവിൻ്റെ കേസിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പുള്ളായ സുപ്രധാനമായ വിധിയാണ്. ആർക്കും ആരെയും അങ്ങനെയൊന്നും പിടിച്ചുകൊണ്ട് പോകാൻ പറ്റുകയില്ല. ആ വിധിക്ക് വിരുദ്ധമായി ചെയ്താൽ സുപ്രീം കോടതിയിൽ വരെ കണ്ടംപ്റ്റ് കൊടുക്കാം, വിവരം അറിയും പോലീസുകാർ. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പറഞ്ഞത്, നിങ്ങളൊരാളെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഗ്രൗണ്ട് അറസ്റ്റ് ചെയ്യുന്ന ആളെ ബോധിപ്പിക്കണം. അത് രേഖാമൂലം വേണം. കാരണം ബോധിപ്പിച്ചു എന്നത് തെളിയിക്കേണ്ട ബാധ്യത പോലീസിനായിരിക്കും. എന്നെ പിടിച്ചുകൊണ്ട് പോയാൽ എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് എന്നെ ബോധിപ്പിച്ചില്ല എന്നുള്ള പരാതിയായിട്ട് ഇപ്പോൾ സുപ്രീം കോടതി വിധി അതുകൊണ്ട് കണ്ടംപ്റ്റ് കൊടുക്കാം. ഞാൻ സുപ്രീം കോടതി പോയാൽ എന്നെ ബോധിപ്പിച്ചു എന്ന് തെളിയിക്കേണ്ട ബാധ്യത പോലീസിനായിരിക്കും. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു ഓർഡർ കൊടുക്കുന്ന നല്ലതായിരിക്കും. ഇനിയിപ്പോൾ അതുകൂടാതെ എനിക്ക് മാത്രം തന്നാൽ പോരാ, ഞാൻ പറയുന്ന അടുത്ത സുഹൃത്തിനോ ബന്ധുവിനെ കൂടെ അറിയിക്കണം, എന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ട് അതൊരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറയാം, നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നല്ലേ, എന്നെ അറസ്റ്റ് ചെയ്ത ഗ്രൗണ്ട് കാസർഗോഡുള്ള എൻ്റെ സുഹൃത്ത് രാമൻകുട്ടിയെ അറിയിക്കണം എന്ന് പറഞ്ഞാൽ പോലീസ് പെട്ടുപോകും. അതുവരെ അറിയിക്കുന്നത് വരെ എന്നെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല.
അറിയിച്ചിട്ട് വാ. അറിയിച്ചിട്ട് നിങ്ങൾ അറിയിച്ചിട്ട് വാട്ടോ, ഞാനിവിടെ നിൽക്കാം. ഇതൊരു പ്രശ്നമാണ്. അടുത്തുള്ള ആളുകളെ ഇപ്പം ഡി കെ ബസൂരിൻ്റെ കേസിൽ പറയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്താൽ തൊട്ടടുത്തുള്ള ആളുകളെ 1-2 പേരെ സാക്ഷികളെ കാണിക്കണമെന്ന് പറയുന്നുണ്ട്. ആ ഡി കെ ബസൂരിൻ്റെ കേസ് ഇങ്ങനെയുള്ളപ്പോൾ പോലീസുകാരെ കുഴപ്പത്തിലാക്കാൻ ഇങ്ങനൊരു സാധനം ഇത് പോസിറ്റീവ് സെൻസിൽ എടുത്തുകൂടെ? കാരണം ഏറ്റവും അടുത്ത ഒരാളെ അറിയിക്കണം, ഇയാളെ ഇങ്ങനെ പിടിച്ചോണ്ട് പോയി അല്ലെങ്കിൽ ഇയാൾ മിസ്സിംഗ് ആയി അങ്ങനെ എടുത്താൽ മതി. പക്ഷേ ചില ആളുകൾ പറയത്തില്ലേ, ഈ പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്, ഒരാളെ തൂക്കിക്കൊല്ലാൻ മതിച്ചു. തൂക്കിക്കൊല്ലുന്നതിന് കഴിവേറ്റുന്നതിന് മുമ്പ് അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു. പറഞ്ഞു എനിക്ക് ബൈബിൾ വായിക്കണം എന്ന് പറഞ്ഞു. ശരി, വായിച്ചോ, ബൈബിൾ കൊണ്ട് കൊടുത്തു. അപ്പോൾ ഞാൻ ഒരു ദിവസം ഒരു പേജേ വായിക്കുള്ളത്, ഫുള്ള് വായിക്കണം, എനിക്ക് ഫുള്ള് വായിക്കണം എന്ന് പറഞ്ഞതുപോലെ ആണ് കഥ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയും വ്യാഖ്യാനിക്കാം. അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ടി ജിയോട് പറഞ്ഞപ്പോൾ ടി ജി പറഞ്ഞു MG റോഡിൽ, എറണാകുളത്ത് MG റോഡിൽ ഒരുത്തരം വടിവാൾ ചുഴറ്റി നിൽക്കുന്നു, പോലീസിനെ അവനെ അറസ്റ്റ് ചെയ്യാവും. അറസ്റ്റ് ചെയ്യാൻ പറയുമ്പോഴത്തേ അതൊരു കാര്യം ചെയ്യാം, ഗ്രൗണ്ട് പറയണേ, ഗ്രൗണ്ടിൻ്റെ കോപ്പി അടിച്ചതാ. അതുകൂടാതെ ഞാൻ പറയുന്ന കൊല്ലത്തുള്ള രാമൻകുട്ടിയെയും കാസർഗോഡുള്ള അബ്ദുൽ ഖാദറിനെയും കൂടെ അറിയിക്കണം, എന്നാലും ഞാൻ കീഴടങ്ങുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? അതൊരു ടി ജി പറഞ്ഞൊരു ബ്ലാക്ക് ഹ്യൂമറായിട്ട് എടുത്താൽ മതി. ഒരുത്തരം അക്രമാസക്തനായി നിൽക്കുമ്പോൾ ഒരു റൂളും വേണ്ട, ഒരു ചട്ടവും വേണ്ട, ഇടിച്ച് പിടിച്ച് ഒരു പോലീസുകാരനും വേണ്ട. ഒരു ക്രിമിനൽ കുറ്റം ചെയ്യാനായി ഒരാൾ ഒരുമ്പെടുന്നത് കണ്ടാൽ ഒരു കോമൺ മാൻ ഏത് പൗരനും അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. അറസ്റ്റ് എന്ന് പറയുന്നത് പോലീസുകാരൻ്റെ മാത്രം അവകാശമല്ല. അതായത് നമ്മുടെ മുന്നിൽ ഒരുത്തൻ അക്രമാസക്തമായിരിക്കുന്നു, അവൻ വരുന്ന ആളെ കൊല്ലും എന്ന് കണ്ടാൽ വേണ്ടി വന്നാൽ അവനെ ബലം പ്രയോഗിച്ച് കീഴടക്കി പിടിച്ച് കെട്ടിയിടാൻ നമുക്ക് അവകാശമുണ്ട്. അത് നാട്ടിൽ പലയിടത്തും ആളുകൾ ചെയ്യുന്നുണ്ട്. അത് പ്രൈവറ്റ് വ്യക്തിക്ക്, സ്വകാര്യ വ്യക്തിക്ക് അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം ഉണ്ട് എന്ന് അറിയാതെ നമ്മൾ ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു അവകാശമുണ്ട്. അപ്പോൾ പോലീസുകാർക്ക് അറസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 15 സെൻറ്റൻസ് എഴുതി ബ്ലാക്ക് ആൻഡ് വൈറ്റിലെടുത്ത് ഒപ്പിട്ട് പ്രതിക്കും കൊടുത്ത് അറസ്റ്റ് ചെയ്യേണ്ടവരും കൊടുത്ത് അവൻ്റെ ബന്ധുവിനും കൊടുത്തിട്ട് വേണം എന്ന് അങ്ങനെ അതിനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. ഏതായാലും ഈ മഫ്റ്റിയിലൊക്കെ പോകുന്ന പോലീസുകാർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അവിടെ കിട്ടിയത് കണ്ണിൽ കുരുമുളകിൻ്റെ സ്പ്രേ കിട്ടിയാൽ അതിൻ്റെ ഒരു സുഖമേ, നമ്മളിപ്പോൾ പകുതി തമാശയായിട്ട് പറയുന്നുണ്ട്, ആ സ്പ്രേ കണ്ണിൽ വീണ പോലീസ് സേനയിലെ ആ സഹോദരനറിയാം അതിൻ്റെ വിഷമം. അതുകൊണ്ട് മഫ്റ്റി പോലീസ് ആവശ്യമാണ്. പക്ഷെ മഫ്റ്റി പോലീസ് ഈ ജഡ്ജി പറഞ്ഞ പോലെ നല്ല സാക്ഷരതയുള്ളവരാണ് കേരളത്തിലുള്ളവർ, ഹൈ സെൻസിറ്റീവുമാണ്. അതുകൊണ്ട് മഫ്റ്റിയിൽ പോകുമ്പോൾ ID കാർഡും ഓർഡറും കൂടെ കയ്യിലുണ്ടെങ്കിൽ ഇടി കൊള്ളാതെ തടി കാക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.